ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നമുക്കൊരു കാര്യം നേടണമെങ്കിൽ, നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആദ്യം നമുക്ക് എന്താ വേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ആ വേണ്ട കാര്യം, ഇപ്പൊ വലിയ ആളുകളാണെങ്കിൽ വീടാണെങ്കിൽ വീട്, ജോലി, നല്ലൊരു വിവാഹ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം, ഇങ്ങനെ എന്താണ് നമുക്ക് വേണ്ടത്, ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കുക. അത് നമ്മൾ ലക്ഷ്യം വെക്കുക. അത് എന്നിട്ട് ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ നോക്കണം. അതിൽ നോക്കി എനിക്ക് അതിലേക്ക് എത്തണം എന്ന ആ ഒരു നല്ല ചിന്തയോടെ ഞാൻ അതിലെത്തും ആ നോക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴൊക്കെ ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തുമെന്ന ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അതുപോലെ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ പഠിക്കാനാണെങ്കിൽ നന്നായി പഠിക്കാൻ, അതുപോലെ നല്ല മാർക്ക് കിട്ടാൻ, അതുപോലെ നല്ല കോഴ്സിൽ ചേരാനായിട്ട്, നല്ല ജോലിക്കായിട്ട് ഒക്കെ നമുക്ക് എന്താണ് ലക്ഷ്യം എന്നത് അത് മനസ്സിൽ കണ്ട് നമ്മൾ ആ ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോവുക. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. നന്നായി പരിശ്രമിക്കുക എന്ന് വെച്ചാൽ ചില സമയത്ത് നല്ല കഠിന പരിശ്രമം തന്നെ വേണ്ടി വരും. നമ്മള് വെറുതെ കിട്ടുന്നതൊന്നും, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും, വെറുതെ നമുക്ക് അധ്വാനിക്കാതെ കിട്ടുന്ന കാര്യങ്ങളൊന്നും അത്ര ഒരു സുഖമില്ല കിട്ടുമ്പോൾ. നന്നായി അധ്വാനിച്ച് കഠിന അധ്വാനത്തിലൂടെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിനുവേണ്ടി, ആ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അത് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുക, സ്വപ്നം കാണുക, നടന്നതായി കാണുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. ഒരു ബുക്കിൽ നമുക്ക് എന്താകണമോ ആ ലക്ഷ്യം എഴുതി വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ബുക്ക് എടുത്ത് അതിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് എഴുതി വെക്കുക. വലിയ ആളുകളാണെങ്കിൽ എന്തൊക്കെ അവരുടെ ആഗ്രഹം, എന്താണ് വേണ്ടത്, ആ വേണ്ടുന്ന ഒരു കാര്യം എഴുതി വെക്കുക. അതുപോലെ കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഇത് ദിവസവും നോക്കുക. ബുക്ക് എടുത്ത് ദിവസം ഇത് നോക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. ഓരോ ദിവസവും നന്നായി പരിശ്രമിക്കുക. അപ്പൊ നമുക്ക് പിന്നെയും നോക്കാം, കുറെ കഴിയുമ്പോൾ നമ്മൾ പോകുന്ന രീതി ഒന്ന് ചിന്തിക്കുക. ഇത് നന്നായിയാണോ പോകുന്നത്, എനിക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ചില സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ വരാം. പക്ഷെ അതിലൊന്നും തളർന്നു പോകരുത്. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തും എന്ന സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ അതുപോലെ ഇടയ്ക്ക് കണ്ടു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊരു പത്രത്തിൽ കണ്ടു, ഒരു ഡോക്ടർ രമ്യോ അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ അത്ര വ്യക്തമായി ഇപ്പൊ ഓർക്കുന്നില്ല. അവര് 6ാം ക്ലാസ് പഠിക്കുമ്പോ അവര് ഡോക്ടർ ആവണം എന്നത് അവര് എഴുതി വെച്ചിട്ടുണ്ട് ബുക്കില്. അപ്പൊ അതേപോലെ തന്നെ അവര് വലുതായപ്പോൾ ഡോക്ടറായി. അപ്പൊ അവരുടെ ആ കഠിന പരിശ്രമവും ആ ഡോക്ടർ ആവാനുള്ള മോഹവും അതെല്ലാം കൂടി ചേർന്നപ്പോൾ അവരുടെ നിരന്തരമായ ആ സ്ഥിരമായിട്ടുള്ള നമുക്ക് ആ പരിശ്രമം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മളെ ആ ഒരു സ്ഥിരത വേണം. നമ്മളിപ്പോ ഇന്ന് 2-3 ദിവസത്തേക്ക് നന്നായി പരിശ്രമിച്ചു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു മതി, അങ്ങനെ പാടില്ല. ആ സ്ഥിര ഉത്സാഹം അത് നിലനിർത്താം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്ഥിര ഉത്സാഹത്തോടു കൂടി എഴുന്നേൽക്കണം. എനിക്ക് അതിലേക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യണം, എന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നൊരു ഉറപ്പോടെ, എന്നൊരു ചിന്തയോടെ വേണം എല്ലാ ദിവസവും ഉണരാനായിട്ട്. അപ്പൊ അതുപോലെയാണെങ്കിൽ നമുക്ക് ആ ഡോക്ടർക്ക് നേടിയതുപോലെ എല്ലാവർക്കും എന്താഗ്രഹവും നേടാൻ സാധിക്കും. നമ്മുടെ സ്വപ്നത്തിലൂടെ, നമ്മുടെ നിരന്തരമായ സ്വപ്നത്തിലൂടെ നമുക്കത് നേടാൻ സാധിക്കും. എന്ത് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, സ്വപ്നം കാണുന്നുവോ, അത് നമ്മുടെ കയ്യിൽ വന്നു ചേരും. അത് ഉറപ്പാണ്. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക.